ശ്രീ VPP മുസ്തഫ, ഇവിടെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ട, അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കിയ നിരവധി വിഷയങ്ങൾ കേരളത്തിന്റെ പൊതുമണ്ഡലങ്ങളിലും രാഷ്ട്രീയ മണ്ഡലത്തിലും സജീവമായി ചർച്ചയാവുകയാണ്. പ്രധാനപ്പെട്ട പ്രശ്നമായി ഏറ്റവും ഒടുവിൽ വന്നത് മലപ്പുറത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ അദ്ദേഹം പറയാതെ ദ ഹിന്ദുവിൻ്റെ അഭിമുഖത്തിലെ പരാമർശങ്ങളായി എങ്ങനെ വന്നു എന്നതാണ്. അതിൽ മുഖ്യമന്ത്രി പറയുന്നു, ഇന്ന് അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഒരിക്കൽ ഒരാൾ കൂടി എന്നോടൊപ്പം ആ അഭിമുഖത്തിൽ ഒരു PR ഏജൻസി ഉണ്ടായിരുന്നു, അതിലൊരാൾ എനിക്ക് അറിയാവുന്ന ആളായിരുന്നു, അദ്ദേഹമാണ് ഇത് എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു എന്നറിയില്ല, അദ്ദേഹമാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത് എന്ന് പറയുന്നു. അങ്ങനെ മുഖ്യമന്ത്രി പറയാത്ത, അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിക്കുന്ന, ഒരു നാടിനെ അപകീർത്തിപ്പെടുത്തുന്ന ഈ പരാമർശം സംഭവിച്ചതിൽ എന്തുകൊണ്ടാണ് ഒരു നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാർ മടിക്കുന്നത്? ആ ചോദ്യത്തിന് ഒരു ഉത്തരം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി നൽകാതിരിക്കുന്നത്? ഇതില് ദ ഹിന്ദു പത്രമാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ അച്ചടിച്ചു വന്നത്. അതിനെ സംബന്ധിച്ച് അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ദ ഹിന്ദു എഡിറ്റർക്ക് കത്ത് കൊടുത്തു. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹിന്ദു പത്രം ഏറ്റവും മാന്യമായ പ്രതികരണം നടത്തി. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പോരായ്മ അവർ ഏറ്റുപറഞ്ഞു. മാധ്യമധർമ്മത്തിന് നിരക്കാത്തതാണ് സംഭവിച്ചത് എന്നുള്ളത് പറഞ്ഞു. അവര് അതിലുള്ള ക്ഷമാപണം നടത്തി. അപ്പൊ മുഖ്യമന്ത്രിയും ഹിന്ദു പത്രവും തമ്മിലുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ പറയാത്ത കാര്യം വന്നതിൽ ഹിന്ദു പത്രം അക്കാര്യത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എങ്ങനെ അത് വന്നു എന്നുള്ളത് ഹിന്ദു പത്രവും ഈ പറയുന്ന ആളുകളും തമ്മിലുള്ള ഇടപെടലിന്റെ പ്രശ്നമാണ്. അവര് മുഖ്യമന്ത്രിയോട് ഇനി പറയണം, താങ്കളുടെ പേരിൽ ഇങ്ങനെ അച്ചടിച്ചു വന്നത് ഇന്ന ആളുകളുടെ ഭാഗത്തു നിന്നാണ്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഈ ഹിന്ദു പത്രത്തിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കുകയാണെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള ബാക്കി നിയമ നടപടികളിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ദേവകുമാറിന്റെ മകനെ രാഷ്ട്രീയമായി എനിക്കറിയാം, ചെറുപ്പം മുതലേ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നയാളാണ്. അയാൾ ആവശ്യപ്പെട്ടപ്പോൾ അഭിമുഖത്തിന് തയ്യാറായി എന്നേയുള്ളൂ, മറ്റു കാര്യങ്ങൾ അവർ തമ്മിലുള്ളതാണ്, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നത് എങ്ങനെയാണ്? ദ ഹിന്ദു പത്രം വിശദീകരിക്കട്ടെ എന്നതാണ് താങ്കളുടെ വാദമെങ്കിൽ ദ ഹിന്ദു പത്രത്തിന്റെ എഡിറ്റർ വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് PR ഏജൻസിയുടെ ആവശ്യപ്രകാരം അഭിമുഖത്തിന് തയ്യാറാകുന്നു. PR ഏജൻസിയിലെ 2 പ്രതിനിധികൾ മുഖ്യമന്ത്രിയോടുള്ള അഭിമുഖ സമയത്ത് ഉണ്ടാകുന്നു. അതിലൊരാൾ മുഖ്യമന്ത്രി നേരത്തെ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ വിവാദ ഭാഗം എഴുതി കൊടുക്കുന്നു രേഖാമൂലം. അങ്ങനെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതെങ്ങനെയാണ് അത് ഹിന്ദു പത്രത്തിന്റെ ഉത്തരവാദിത്തമാകുന്നത്? ആ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത്. അത് സർക്കാർ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തം അല്ലാതായി മാറുന്നത്. മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഈ ചോദ്യം അവിടെ ഉന്നയിക്കപ്പെട്ടതാണ്. താങ്കൾ വായിച്ചതിന്റെ തുടർച്ചയിൽ വായിക്കാൻ പറ്റുമെങ്കിൽ അതിൽ കാണാം. ആ കാര്യം പരിശോധിക്കാം എന്നുള്ളത് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ആ വാചകം അങ്ങനെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതെടുത്ത് ചോദിച്ചപ്പോൾ ആ കാര്യം പരിശോധിക്കാം. പക്ഷേ ഇവിടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്താ? മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ദേവകുമാറിന്റെ മകനെ ഒരു PR ഏജൻസിയുടെ ആളായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് വേണ്ടി ഇടനിലക്കാരനായി നിൽക്കുന്ന ഒരാളായിട്ടോ അല്ല കണ്ടിട്ടുള്ളത്. ദേവകുമാറിന്റെ മകൻ എന്നുള്ള നിലയിലും ചെറുപ്പം മുതലേ ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ചേർന്നു പോകുന്നയാളെന്നുള്ള നിലയിലുമുള്ള പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വന്ന മുഖ്യമന്ത്രിയോട് ഹിന്ദു പത്രത്തിന് ഒരു അഭിമുഖം വേണം എന്ന കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഡൽഹിയിൽ ആ സമയത്ത് കുറച്ച് സമയം ലഭ്യമായിരുന്നത് കൊണ്ട് ആ അഭിമുഖം അനുവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സമ്മതിച്ചു ശ്രീ VPP മുസ്തഫ. ആ ഭാഗത്തൊന്നും തന്നെ അവ്യക്തതയില്ല. താങ്കൾ പറഞ്ഞതുപോലെ തുടർന്ന് വായിക്കണമെങ്കിൽ അതിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: അവർ തമ്മിൽ എന്താണ് നടന്നതെന്ന് എനിക്ക് പറയാനാകില്ല. ഈ പറയുന്ന ഏതെങ്കിലും ഭാഗം സുബ്രഹ്മണ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി അവിടേക്ക് വന്നു. ലേഖികയുടെ ആളാണെന്നാണ് കരുതിയത്. പിന്നെയാണ് PR ഏജൻസിയുടെ ആളാണ് എന്ന് മനസ്സിലായത്. എനിക്ക് അവരെ പരിചയവും ബന്ധവുമില്ല. ഒരു PR ഏജൻസിയുമായും എനിക്ക് ബന്ധമില്ല. വിവാദമായ വാർത്താക്കുറിപ്പ് നൽകിയെന്ന് പറയപ്പെടുന്ന ഏജൻസിയുമായി എനിക്കോ സർക്കാരിനോ ബന്ധമില്ല. ഞങ്ങൾ ആരും ഏജൻസിയെയും ഇക്കാര്യത്തിന് ചുമതലപ്പെടുത്തിയിട്ടില്ല. മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടനിലയാക്കരുത്. നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. ഹിന്ദു പത്രത്തിന്റെ മാന്യമായ നിലപാട് നിങ്ങൾ സ്വീകരിക്കില്ല. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്നാണ് ഹിന്ദു പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്രയും കാര്യമാണ്: ഏജൻസിയുമായി സർക്കാരിന് ബന്ധമില്ല, ഒരു ഏജൻസിയെയും ഈ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നു മാത്രമാണ്
എങ്ങനെ ഈ വിവാദ ഭാഗം വന്നു, ആ വിവാദ ഭാഗം ഈ അഭിമുഖത്തിൽ കടന്നുകൂടിയതിൽ ആരാണ് പ്രതിസ്ഥാനത്തുള്ളത്, അവർക്കെതിരെ എന്ത് അന്വേഷണം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കാത്തത്? ദ ഹിന്ദു പത്രം മാന്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തുവെന്നും എന്നാൽ മാധ്യമങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ എന്നെ ഇടനിലയാക്കരുതെന്നും അദ്ദേഹം പറയുന്നത് ആരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ്? എന്തുകൊണ്ടാണ് ശ്രീ VPP മുസ്തഫ അങ്ങനെയാണെങ്കിൽ ഈ ഏജൻസിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തത്? സർക്കാർ അതിന് മറുപടി വേണ്ടേ? അല്ല, സർക്കാരും ഏജൻസിയും ഇല്ലല്ലോ. സർക്കാരിന്റെ മുന്നിൽ ഒരു ഏജൻസി ഇല്ല. മുഖ്യമന്ത്രി ഈ ഹിന്ദു പത്രത്തിന് ഈ അഭിമുഖം അനുവദിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഏജൻസി മുഖേനയല്ല. ഏജൻസിയുടെ ആളായിട്ട് ഒരാൾ മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടുള്ളത് ദീർഘകാലമായി മുഖ്യമന്ത്രിയുടെ സഹപ്രവർത്തകനായി CPIM-ന്റെ നേതാവായി നിൽക്കുന്നവരാണ്. ആ ചെറുപ്പക്കാരൻ തന്നെ നേരത്തെ SFI മുതൽ ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ആ കാലം മുതൽ മുഖ്യമന്ത്രിക്ക് പരിചയമുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ അടുപ്പത്തിന്റെ പുറത്ത് അയാൾ വന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഹിന്ദുവിന് താല്പര്യമുണ്ട്, അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രിയോട് ആ ചെറുപ്പക്കാരൻ പറയുന്നത്. അല്ലാതെ ഒരു ഏജൻസിക്ക് താല്പര്യമുണ്ട്, ഞങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ട് എന്നല്ല പറയുന്നത്. ചെറുപ്പക്കാരൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞതായി മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചിട്ടുള്ളത് കൃത്യമാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഹിന്ദു പത്രവും ആ ഏജൻസിയുടെ ആളുകളുമല്ലേ ഇനി കാര്യം വ്യക്തമാക്കേണ്ടത്. ഇനി അവരല്ലേ വ്യക്തമാക്കേണ്ടത്. ഇനി VPP മുസ്തഫ സംസ്ഥാനത്തെ ഞാൻ താങ്കളെ തടസ്സപ്പെടുത്തുകയല്ല, താങ്കൾ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ തടസ്സപ്പെടുത്തുകയല്ല. ഞാൻ താങ്കൾ പറഞ്ഞ ഭാഗത്തിന് താങ്കൾക്ക് തുടർച്ചയായി കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് വരുന്നത്. ഈ സർക്കാരിനെ, ഈ ഭരണ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹം പറയാത്ത വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ വിവാദമാകുന്ന ഒരു പരാമർശം മൂന്നാമതൊരാൾക്ക് ദ ഹിന്ദു പോലെ ഒരു ദേശീയ ദിനപത്രത്തിൽ അഭിമുഖത്തിന്റെ ഭാഗമായി അച്ചടിച്ച് കയറ്റാമെങ്കിൽ കെൻസൻ എന്ന് പറയുന്ന കേസൻ എന്ന് പറയുന്ന ആ PR ഏജൻസിയും അതിനകത്ത് വന്നു എന്ന് പറയുന്ന ആളുടെയും താല്പര്യം എന്താണ് എന്ന് പരിശോധിക്കേണ്ട സംവിധാനം സർക്കാരിനാണോ അതോ ദ ഹിന്ദു പത്രത്തിനാണോ? നിങ്ങൾ നോക്കൂ, ഇവിടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം എന്താ? മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വന്നു. ആ വിവരം ഹിന്ദു പത്രത്തിന്റെ എഡിറ്ററുടെ ശ്രദ്ധയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പെടുത്തുന്നു. ഹിന്ദു പത്രം വളരെ കൃത്യമായി ആ ഭാഗം പിൻവലിക്കുന്നു. അവരതിൽ ക്ഷമാപണം നടത്തുന്നു. അതിനപ്പുറത്ത് മുഖ്യമന്ത്രി വീണ്ടും അതിലെങ്ങനെയാണ് കയറി പിടിക്കുക? സ്വാഭാവികമായിട്ടും തെറ്റായ വിവരം അവർക്ക് കൊടുത്തത്. അവര് ഹിന്ദു പത്രത്തിന്റെ ലേഖികയോ അല്ലെങ്കിൽ ഹിന്ദു പത്രത്തിന്റെ സംവിധാനമോ കേരള മുഖ്യമന്ത്രിയുടെ അഭിമുഖം കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഏജൻസി ഏൽപ്പിച്ചിട്ടുണ്ടോ? അത് അവരാണ് വ്യക്തമാക്കേണ്ടത്. ഈ പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ പരാമർശിച്ചിട്ടുള്ള ചെറുപ്പക്കാരനെ അവർ ചുമതലപ്പെടുത്തിയത് ഒരു ഏജൻസിയുടെ ഭാഗമായിട്ടാണോ? ആ ചെറുപ്പക്കാരൻ മുഖ്യമന്ത്രി അറിയാതെ ഇങ്ങനെ ഒന്ന് ഏജൻസിയുടെ ഭാഗമായിട്ട് തെറ്റായി കൊടുത്തിട്ടുണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ടുള്ള ഇനിഷ്യേറ്റീവ് ഉണ്ടാകേണ്ടത് ആരുടെ ഭാഗത്ത് നിന്നാ? സാമാന്യ ബുദ്ധിയിൽ പറയൂ. ഇവിടെ മുഖ്യമന്ത്രിയും തന്നെ പറഞ്ഞല്ലോ പരിശോധിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഒരു പരിശോധനയും വേണ്ട എന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സാമാന്യ ബുദ്ധിയിൽ ഇനി വരേണ്ടത് മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ അങ്ങനെ വന്നതിന് തീർച്ചയായിട്ടും ഹിന്ദു പത്രത്തിന് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊടുത്ത കത്തിന് അവർക്ക് രേഖാമൂലം ഒരു മറുപടി കൊടുക്കാം. ആ മറുപടിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ആവശ്യപ്പെടാം. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സംവിധാനം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം വേണം, നമുക്ക് ആലോചിക്കാം. അതല്ലാതെ ഇപ്പൊ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ശരിയായ നിലയിൽ നമ്മൾ കാര്യം നോക്കണ്ടേ? ശരി, ഞാൻ വരാം. നമ്മളിങ്ങനെ ഈ ഗോൾ പോസ്റ്റ് മാറ്റി പിടിക്കല്ലേ ഗോപികൃഷ്ണ? അല്ല ശ്രീ VPP മുസ്തഫ, നിങ്ങള് മുഖ്യമന്ത്രി അത് കാര്യം നോക്കൂ ശ്രീ VPP മുസ്തഫ, അതായത് ഇത്തരത്തിലുള്ള വിവാദമായ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും അദ്ദേഹത്തിന്റെ വിശദീകരണവും വ്യക്തമാക്കലും ഒക്കെ ആവശ്യമാകുന്ന ഘട്ടത്തിൽ അത് മാധ്യമങ്ങൾ ചർച്ചയാക്കുകയോ ആ വിഷയം ഉന്നയിക്കുകയോ ചെയ്യുമ്പോൾ മാധ്യമങ്ങളെ ശത്രുപക്ഷത്തും പ്രതിസ്ഥാനത്തും നിർത്തി വിചാരണ ചെയ്യുന്നത് ശരിയല്ലല്ലോ ശ്രീ VPP മുസ്തഫ. ഞാൻ അതാണ് പറഞ്ഞത്, അദ്ദേഹം ക്ലാരിഫൈ ചെയ്യേണ്ട. ഞാൻ പറഞ്ഞത് ഇതൊരു തർക്കമല്ല, നമ്മൾ തമ്മിൽ നടത്തുന്ന ഒരു വടംവലിയല്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യേണ്ടുന്ന ഭാഗത്ത് അവ്യക്തതകൾക്ക് ഇടം നൽകിക്കൊണ്ട് അർദ്ധവിരാമങ്ങളിൽ അദ്ദേഹം കാര്യങ്ങൾ നിർത്തുന്നത് എന്തിനാണ് എന്നതാണ് നമ്മുടെ ചോദ്യം.